അകാലിദൾ പ്രസിഡന്റ് സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം. സുവർണ ക്ഷേത്രത്തിനുള്ളിൽ വച്ചാണ് വധശ്രമം ഉണ്ടായത്. അക്രമിയെ പോലീസ് പിടികൂടി. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നു. ശരത്, കൃത്യം എത്ര മണിയോടെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്? പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. അയാളുടെ പശ്ചാത്തലം എന്താണ്? ലക്ഷ്മി പൽപ്പ, ഇന്ന് അകാൽ തക്കിൽ, അതായത് സുവർണക്ഷേത്രത്തിൽ മതപരമായ ശിക്ഷ ഏറ്റുവാങ്ങുമ്പോഴാണ് ഈ ബാദലിനെതിരെ ആക്രമണം നടന്നത്. സ്വാഭാവികമായിട്ടും ഇത് വളരെ സുവർണക്ഷേത്രത്തിൽ ഇത്തരം ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായത് രാജ്യത്തെ തന്നെ ഞെട്ടിട്ടുണ്ട്. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് ശേഷം ഒരു കാരണവശാലും ഒരു വെടിവെച്ച മുഴങ്ങിയിരുന്നില്ല സുവർണക്ഷേത്രത്തിൽ. ബാദൽ മതപരമായ ഒരു ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട്, അതായത് പാത്രങ്ങൾ കഴുകുക, അതേപോലെ ഭക്തരുടെ കാൽ കഴുകുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങുന്നിടക്കാണ് ഒരു അക്രമി വരികയും തൊട്ടടുത്തുന്നത് പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്ന് അദ്ദേഹത്തെ വെടിവെക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ബാദലിൻ്റെ അനുയായികൾ അത് പെട്ടെന്ന് തടഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പരുക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഇത് അകാലി രാഷ്ട്രീയത്തിലും പഞ്ചാബിലും വളരെ ഭീകരമായ വളരെ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാകും. കാരണം BJPയോട് അകന്നു നിൽക്കുന്ന അകാലിദൾ, അതേപോലത്തെ കോൺഗ്രസ് ആപ്പ് ഭരിക്കുന്ന പഞ്ചാബ് സർക്കാർ, ഇതൊക്കെ അകാലിദളിനുമായിട്ട് വളരെ ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുകയാണ്. ഈ സാഹചര്യത്തിലാണ് അകാലിദളിലെ മതപരമായ ചടങ്ങിൽ അകാലിദൾ നേതാവ് മതപരമായ ശിക്ഷ ഏറ്റുവാങ്ങുമ്പോൾ ആക്രമിക്കപ്പെടുന്നത്, അതും വെടിവെക്കാൻ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്, അതും അത്ഭുതകരമെന്ന് നമുക്ക് പറയാൻ ലക്ഷ്യപ്പെടുക. ഇത് എന്തായിരിക്കും അടുത്ത പഞ്ചാബിൽ നടക്കുക എന്നത് ഒരു മുന്നോടിയാണ്. കാരണം ഖലിസ്ഥാൻവാദികളുണ്ട്, അതേപോലത്തെ അകാലിദളുണ്ട്, അതേപോലെ തന്നെ ഡ്രഗ് മാഫിയുണ്ട്. ഇങ്ങനെ നിരവധി പേരെ ഇക്കാര്യത്തിൽ വളരെ കൂടുതൽ സംശയ നിഴലുണ്ടെന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത്. ഏതായാലും ഇപ്പോൾ അക്രമിയെ ചോദ്യം ചെയ്തുകൊണ്ട് വരികയാണ്. എന്തിനാണ് ഈ അക്രമത്തിന് പിന്നിലുള്ളത്, എന്താണ് ചേതോവികാരം എന്നത് പുറത്തു വന്നിട്ടില്ല. അതേ വിഘടനവാദികളാണോ പിന്നിൽ എന്നുള്ളത് പുറത്തു വന്നിട്ടില്ല. ഏതായാലും അകാലിദൾ രാഷ്ട്രീയത്തിലും പഞ്ചാബ് രാഷ്ട്രീയത്തിലും ഒരു സുവർണക്ഷേത്രത്തിൽ വെച്ചൊരു വെടിയുറുക, ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ ഒരു വെടിവെച്ച് കേൾക്കുക എന്നത് രാജ്യത്ത് ആകമാനം തന്നെ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ വളരെ ആശ്വാസകരമായ ഒരു വസ്തുത എന്നാൽ ബാദലിന് പരിക്കേറ്റിട്ടില്ല എന്നാണ്. കാരണം കേരളത്തിലെ മുസ്ലിം ലീഗ് എന്നപോലെ സിഖ് സമുദായത്തിൻ്റെ മതപരമായ ചടങ്ങുകൾ അല്ലെങ്കിൽ സിഖ് സമുദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് അകാലിദൾ. ദീർഘകാലം പഞ്ചാബിലെ അസ്വസ്ഥഘട്ടം ദീർഘകാലം പഞ്ചാബ് ഭരിച്ചതും അകാലിദളാണ്. സ്വാഭാവികമായിട്ടും ഇത് ഈ അകാലിദൾ നേതാവിനെതിരെയുള്ള ഒരു വധശ്രമം, അതും സുവർണക്ഷേത്രത്തിൽ വെച്ച് മതപരമായ ശിക്ഷ ഏറ്റുവാങ്ങുന്നതിനിടയ്ക്ക് എന്നുള്ളത് വളരെ വളരെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും പഞ്ചാബ് രാഷ്ട്രീയത്തിൽ എന്ന് തർക്കമില്ല. ലക്ഷ്മി പത്മ. ശരത്, ഈ പിടികൂടിയിരിക്കുന്നത് നാരായൺ സിംഗ് ചൗര എന്നയാളെയാണ്. ഇയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലം സംബന്ധിച്ച് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? വളരെ പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചോളം വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ പുറത്തുവിടൂ. പോലീസ് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ പുറത്തുവിടുന്നുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അത് പഞ്ചാബ് രാഷ്ട്രീയത്തിൽ വളരെ വലിയ ഒരു പ്രത്യാഘാതമാണ്. ചൗഹാൻ വിഭാഗം, സിക്കിലെ ചൗഹാൻ വിഭാഗം അവിടെയുള്ള പിന്നോക്ക വിഭാഗമാണ്. അത് സിക്കിലെ ഷെഡ്യൂൾ കാസ്റ്റാണ് ചൗഹാൻ വിഭാഗം. അതുകൊണ്ട് തന്നെ അത് നിരഹാരി സഭകളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ്. സ്വാഭാവികമായിട്ടും ഇത് സിഖ് സമുദായത്തിലെ കാസ്റ്റിസം കൂടി ഇതിൽ വരും. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാത്തത്. ഈ പുറത്തു വരുന്നത് പഞ്ചാബ് സർക്കാരും പഞ്ചാബ് പോലീസും വളരെ കരുതലോട് മാത്രമേ വിവരങ്ങൾ പുറത്തുവിടുള്ളൂ. കാരണം അകാലിദളിലെ നേതാവാണ് ആക്രമിക്കപ്പെട്ടത്. ഒരു സിക്കിലെ ഒരു സുവർണക്ഷേത്രത്തിലെ ഒരു ശിക്ഷാ നടപടി ഏറ്റുവാങ്ങുമ്പോൾ നിരായുധനായ അകാലിദൾ നേതാവിനെതിരെയാണ് വെടിയുതിർക്കപ്പെട്ടത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ അകാലിദൾ പ്രവർത്തകർ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. സാധാരണ ഇത്തരത്തിൽ ഒരു അക്രമം കൊണ്ട് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് സിഖ് സമുദായത്തിലുള്ളത്. അത് പക്ഷേ അകാലിദൾ മുതിർന്നില്ല എന്ന് വേണം പറയാൻ. സംസ്ഥാനത്തെ ക്രമസമാധാന നിലപോലെ കണക്കിലെടുത്ത് വളരെ വളരെ സൂക്ഷ്മമായ കുറച്ച് വിവരങ്ങൾ മാത്രമേ പോലീസ് പുറത്തുവിടുന്നുള്ളൂ. കാരണം ചൗഹാൻ വിവാഹം എന്നുള്ളത് വളരെ സിക്കിലെ വളരെ ന്യൂനപക്ഷമാണ്. അതേപോലെ തന്നെ അത് SC/ST വിഭാഗത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു കാര്യങ്ങൾ പുറത്തധികം വന്നാൽ അത് വളരെ വലിയ പ്രത്യാഘാതമുണ്ടാകും. അതുകൊണ്ട് തന്നെയാവാം പോലീസ് ഇക്കാര്യത്തിൽ വളരെ വളരെ സൂക്ഷിച്ചും അല്ലെങ്കിൽ കരുതലോടെയും മാത്രം വിവരങ്ങൾ പുറത്തുവിടുന്നത്. പോയിന്റ് ബ്ലാങ്കിൽ നിന്നുള്ള വെടിവയ്പ് അത്ഭുതകരമായി തന്നെ തലനാരിഴയ്ക്ക് തന്നെ ബാദൽ രക്ഷപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? അതെ ലക്ഷ്മി,
അത്ഭുതകരം എന്ന് പറഞ്ഞാൽ പോയിന്റ് ബ്ലാങ്കിലാണ് വെടിപ്പ് നടന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അദ്ദേഹം പിന്നെ ബാദലിൻ്റെ അടുത്തെത്തി അക്രമി പോക്കറ്റിൽ നിന്ന് തോക്കെടുക്കുകയും നിറയൊഴിക്കുകയും ചെയ്തത്. ബാദലിൻ്റെ അനുയായികൾ അതിൽ ഇടപെടുകയും അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തട്ടിമാറ്റിയത് കൊണ്ട് മാത്രമാണ്, ബാദലിനെ തള്ളി മാറ്റുകയും അക്രമിയുടെ കൈ തട്ടി മാറ്റുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് പരിക്കേൽക്കാതെ പോയത്. വെടിയുണ്ട ആകാശത്തേക്ക് പോയി എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും വെടിയുണ്ട കൊണ്ട് ആർക്ക് പോലും പരിക്ക് പറ്റിയിട്ടില്ല, നിസ്സാര പരിക്ക് പോലും പറ്റില്ല. രണ്ടാമതൊരു റൗണ്ട് വെടിവെക്കാനുള്ള ഒരു അവസരം അക്രമിക്ക് ലഭിച്ചുമില്ല എന്ന് വേണം കരുതാൻ ലക്ഷ്മി. ഇത് അത്ഭുതകരം എന്ന് വേണം നമുക്ക് പറയാൻ ലക്ഷ്മി.